സർ, ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ യദുവിനെ കുടുക്കാനുള്ള നീക്കമാണോ പോലീസ് നടത്തുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യദുവിനെതിരെ ഉള്ള കേരള പോലീസിന്റെ ശക്തമായ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു രീതിയാണ്. പോലീസ് ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഡമ്മി ഇട്ട് അല്ലെങ്കിൽ ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നതെന്നും ഈ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് വിഷ്വൽ റെപ്രസെന്റേഷൻസ് കാണാൻ പറ്റും അല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന തരത്തിലുള്ളൊരു ഡമ്മി പ്രൊസീജിയർ കേരള പോലീസ് നടത്തി എന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡമ്മി തെളിവുകൾക്കും അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനും ഒക്കെ രണ്ടാൾക്കാരാണ് ശരിക്കും ഉത്തരം പറയേണ്ടി വരിക. ആദ്യം ഈ വിക്ടിം കോടതിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിൽ നിൽക്കുമ്പോൾ ക്രോസ് എക്സാമിനേഷൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ക്രോസ് എക്സാമിനേഷൻ പ്രൊസീജിയറിന് വ്യക്തമായും അല്ലെങ്കിൽ അവരുടെ വേർഷൻ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരും. രണ്ട്, ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ തെളിവുകൾ അദ്ദേഹം അതെങ്ങനെ കണ്ടെത്തി, എങ്ങനെ കൺക്ലൂഡ് ചെയ്തു എന്നുള്ളതിനും മറുപടി പറയേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി എന്തൊക്കെ തരത്തിലുള്ള രീതികൾ അവലംബിച്ച് തെളിവുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നാലും അതൊരു തുടക്കം മാത്രമേ ആവുന്നുള്ളൂ. തുടക്കം പോലീസിന്റെ കയ്യിൽ നിന്ന് വരുന്ന തെളിവുകൾ ചാർജ് ഷീറ്റായിട്ട് ഫൈനൽ റിപ്പോർട്ടായിട്ട് കോടതിയിൽ ഫയൽ ചെയ്യും. കോടതിയിൽ ഫയൽ ചെയ്തതിന് ശേഷമാണ് ഈ കേസിനകത്തുള്ള ശരിക്കുമുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഈ കേസിലെ വാദി കോടതിയിൽ പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടി വരും. അന്നേരം പോലീസിന്റെ ഈ പറയുന്ന ഡമ്മി ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടാവുന്ന പാളിച്ചകൾ, ഡമ്മി ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയ തെളിവുകൾ, ഇതിനെല്ലാം തന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ടോ അതിനെല്ലാം മറുപടി പറയാൻ ഈ കേസിലെ വിക്ടിമായ മേയർ പറയേണ്ടി വരും. പോലീസിന്റെ പുതിയ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ തെളിവുകൾ കോടതിയിൽ നിൽക്കുമോ? അല്ല, ഈ ഡമ്മി പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരിക്കലും കോടതിയിലോട്ട് വരുന്ന കാര്യമല്ല. അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ CD ഫയലിൽ കിടക്കുന്ന ഒരു രേഖയാണ്. അത് പോലീസിന് ഇത് സാധ്യമാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് അവരെ സ്വയം അനലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ റീക്രിയേഷൻ കോടതിയിൽ തെളിവായിട്ട് വരില്ല ഒരിക്കലും. പക്ഷേ റീക്രിയേഷന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വിശ്വാസം ഉണ്ടാവും ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കും എന്നുള്ള അദ്ദേഹത്തിന് സ്വയം ബോധ്യം വരാൻ വേണ്ടിയാണ് ഈ റീക്രിയേഷൻ നടത്തുന്നത് തന്നെ. അതുകൊണ്ട് ഇത് തെളിവായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഈ പ്രൊസീജിയർ തന്നെ എടുത്ത് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കില്ല. പക്ഷെ കണ്ട സാക്ഷികളുടെയും സാക്ഷിമൊഴികളെയും ഇതിനനുസരിച്ച് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് സാക്ഷികളുടെ മൊഴി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന റീക്രിയേഷനിൽ കിട്ടിയ ഒരു കോൺഫിഡൻസ് സാക്ഷികളിലൂടെ അവർക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. മറ്റൊരു കാര്യം, സച്ചിൻ ദേവ് MLA ആ KSRTC ബസ്സിൽ കയറിയെന്ന് കണ്ടക്ടർ തന്നെ ബസ്സിന്റെ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖ KSRTCയിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. ബസ്സിലെ യാത്രക്കാരും ഇതേ മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ MLAയെ വെട്ടിലാക്കുന്നതാണോ ഈ സംഭവം? ഇത് ഏത് രീതിയിൽ MLAയെയും മേയറെയും ബാധിക്കാൻ സാധ്യതയുണ്ട്? അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MLA കുരുക്കിലാക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കുരുക്കിലായത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടത്തേണ്ടി വന്നത്. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അടുത്ത്, അതായത് നമ്മുടെ യദുവിന്റെ കേസ് അന്വേഷിക്കുന്ന കണ്ടോൺമെന്റ് പോലീസ് SHO അടുത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും നമ്മൾ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഏതുവരെ എത്തി എന്ന് ചോദിച്ചുകൊണ്ടൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു തരത്തിലൊരു അനക്കവും വരാത്തതുകൊണ്ടും വാദിയായ യദുവിന് കേസിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പോലീസ് നൽകാത്തതുകൊണ്ട്, പോലീസ് വാദിയുമായിട്ട് സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് കോടതി ഒരു റിപ്പോർട്ട് ചോദിച്ചിരുന്നു അവരുടെ അടുത്ത്. ഇന്ന് വരെയുള്ള അന്വേഷണം ഏതുവരെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണം റിപ്പോർട്ട് ചോദിച്ചു. അത് ഇന്നത്തേക്കാണ് വെച്ചിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ഫയൽ ചെയ്തു. റിപ്പോർട്ട് ഫയൽ ചെയ്തതിനകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ കണ്ടക്ടറെ വിളിച്ച് ചോദ്യം ചെയ്തു. രണ്ട്, ആ ബസ്സിനകത്ത് സ്വിഫ്റ്റ് ഡ്രൈവർ, ഒരു KSRTC ഡ്രൈവർ ഉണ്ടായിരുന്നു, അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. പിന്നെ ബസ്സിന്റെ മാസ്റ്റർ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരള പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന തെളിവ്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോടതി വടിയെടുത്തപ്പോഴാണ് ഈ പറയുന്ന ട്രിപ്പ് ഷീറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ
ഡിപ്പോയിൽ പോയി അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. കോടതി ചോദിച്ചു, ട്രിപ്പ് ഷീറ്റ് പോയി നോക്കി. ട്രിപ്പ് ഷീറ്റ് പോയി നോക്കിയപ്പോൾ കണ്ടു സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ബസ്സിൽ കയറിയത് കാരണത്താലാണ് ഈ ട്രിപ്പ് മുടങ്ങേണ്ടി വന്നതെന്ന്. ഈ പറയുന്ന കാര്യം ഒരു മാസം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന സമയത്ത് എടുത്തിരുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ ചർച്ചയുടെ ആവശ്യമില്ലായിരുന്നല്ലോ. ബസ്സിൽ കയറിയെന്നോ ഇല്ലെന്നോ വന്നെന്നോ പോയെന്നോ അല്ലെന്നും ആവശ്യമില്ലായിരുന്നു. ട്രിപ്പ് ഷീറ്റ് ഒരു രേഖയാണ്. ആ രേഖ കോടതിയിൽ വരും, കോടതിയിൽ ഒരു തെളിവായിട്ട് സ്വീകരിക്കും. ഈ കണ്ടക്ടർ ഒരു സാക്ഷിയാകുമ്പോൾ, അതായത് യദുവിന്റെ കേസിൽ കണ്ടക്ടർ ഒരു സാക്ഷിയാകുമ്പോൾ അയാളുടെ ഈ റെക്കോർഡിങ്സ് സച്ചിൻ ദേവ് MLAക്കെതിരെ സംസാരിക്കുന്ന ഒരു രേഖയായി മാറും. നമ്മുടെ കേസിനകത്തും ബസ്സിനകത്ത് അതിക്രമിച്ച് കയറി എന്ന് തന്നെ ഒരു ഒഫൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒഫൻസിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ ഇപ്പോഴത്തെ പോലീസിന്റെ ഈ വെളിപ്പെടുത്തൽ. നിലവിൽ ലഭിച്ച തെളിവുകൾ പ്രകാരം സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണ്? KSRTC ബസ്സിൽ അതിക്രമിച്ചു കയറി എന്ന രീതിയിലായിരിക്കുമോ ശിക്ഷ? നോക്കൂ, ഇതിനകത്ത് സച്ചിൻ ദേവ് MLA ബസ്സിനകത്ത് കയറിയെങ്കിൽ എന്നുള്ള ഒരു ഒഫൻസ് മാത്രമല്ല അവിടെ നിൽക്കുന്നത്. ആദ്യം ഈ 5 പേരും ചേർന്ന് ആലോചിച്ചുറച്ച് ഗൂഢാലോചന നടത്തി ബസ്സിനെ തടഞ്ഞു നിർത്തണം ഉദ്ദേശത്തോടു കൂടി ബസ്സിനെ തടഞ്ഞു നിർത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഈ 5 പേരുടെയും ഉദ്ദേശത്താൽ. അതിനുശേഷം സ്റ്റോപ്പ് പോലുമല്ലാത്ത സ്ഥലത്ത് യാത്രക്കാരനല്ലാത്ത ഒരാൾ ബസ് അതിക്രമിച്ച് കയറിയാൽ ട്രസ്പാസിനുള്ള ഓഫൻസ് ഇട്ട് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിന് വിചാരണ വേളയിൽ ഈ കണ്ടക്ടറിന്റെ ഡോക്യുമെന്റ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു തെളിവാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ MLAക്ക് ശിക്ഷ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഒരുപക്ഷെ യദുവിന് കൊടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് എന്നിരിക്കെ യദുവിന് മുൻപിലുള്ള വഴികൾ എന്താണ്? ഈ കേസിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? യദുവിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഒരു പ്രാവശ്യം സ്റ്റാറ്റസ് ചോദിച്ചപ്പോഴത്തേക്കും 2 സാക്ഷികളെ വിസ്തരിച്ചു, ഒരു മാസ്റ്റർ തയ്യാറാക്കി എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു. അതായത് ഒരു മാസത്തിന്റെ കേരള പോലീസിന്റെ ഒരു കോൺട്രവേഴ്ഷ്യൽ കേസിലുള്ള അന്വേഷണത്തിന്റെ മികവാണ് ഈ കാണുന്നത്. ഇനിയും ഈ പറയുന്ന കേസ് കുറച്ചു കാലം കൂടെ പോലീസ് അന്വേഷിക്കും. ആ സമയത്ത് യദുവിനെതിരെയുള്ള കേസ് പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഹാജരാക്കും. യദുവിന് സമൻസ് വരും, കോടതിയിൽ നിന്ന് യദു ജാമ്യമെടുത്ത് ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമ്മുടെ കേസിന്റെ, അതായത് യദുവിന്റെ കേസിന്റെ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടേയിരിക്കുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് നമുക്ക് മറ്റു മാർഗങ്ങൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാവും.